അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ മഹിതമായ മൂല്യങ്ങൾ, അതിന്റെ അലയൊലികൾ കടന്നു വന്ന രാജ്യമാണ് നമ്മുടെ മലബാർ, നമ്മുടെ കേരളം. ഹസ്രത്ത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യത്തിന്റെ പായക്കപ്പൽ നങ്കൂരമിട്ട മണ്ണാണ് കേരളത്തിന്റെ മണ്ണ്. ഇവിടെ ഉയർന്നു നിൽക്കുന്ന പള്ളി മിനാരങ്ങൾക്ക്, ആ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്കുലികൾക്ക് 1400 വർഷത്തെ ഒരു മുസ്ലിം പൈതൃകത്തിന്റെ കഥ പറയുവാനുണ്ട്. ആണ് ഇസ്ലാമിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ആ പള്ളി മിമ്പറുകളിൽ നിന്ന് പ്രഗത്ഭരായ ഖത്തീബമാർ വിളിച്ചു പറഞ്ഞതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദ്. ആ പള്ളി മിഹ്റാബുകളിൽ നിന്ന് മഹത്തുക്കളായ ഉലമാ ഉപദേശിച്ചതാണ് ഇസ്ലാമിന്റെ സന്ദേശവും ഇസ്ലാമിന്റെ സതുപദേശവും. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകിയ, അവർ തുടങ്ങിവെച്ച ഇസ്ലാമിക നവജാഗരണ പ്രവർത്തനത്തിന് ആക്കം കൂട്ടിക്കൊണ്ടാണ് അങ്ങകിലെ യമനിൽ നിന്നും പേർഷ്യയിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും സാദാത്ത് കുടുംബം നമ്മുടെ മലബാറിലേക്ക് എത്തിയത്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഉയർത്തിപ്പിടിച്ച ഇസ്ലാമിന്റെ തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ഓരോ പ്രദേശത്തെയും പ്രകാശജ്വാലകളായി ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ ജാഗരൂകരായി, ആത്മീയതയുടെ വിളക്കുമാടങ്ങളായി ആ സയ്യിദ് കുടുംബം ഇവിടെ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. ഖുതുബുസ്സമാൻ മമ്പുറന്തങ്ങളുടെ ചരിത്രം നമുക്കറിയാം. കടലുണ്ടിയിലെ ബാഹസൻ ജമലുല്ലൈലി തങ്ങളുപ്പാപ്പയുടെ ചരിത്രം നമുക്കറിയാം. പാണക്കാട് സാദാത്യങ്ങളുടെ ചരിത്രം നമുക്കറിയാം. കോഴിക്കോട് അന്തിയുറങ്ങുന്ന ജിഫ്രി കുടുംബത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഈ മക്കാമിൽ അന്തിയുറങ്ങുന്ന അറബി തങ്ങളുപ്പാപ്പ അടക്കമുള്ള മഹാരഥന്മാരായ സാദാത്തുക്കളുടെ ചരിത്രം നമുക്കറിയാം. ആ മഹാരഥന്മാരെ പിന്തുടർന്നുകൊണ്ട് വളരെ ആവേശത്തോടുകൂടെയും ആത്മീയതയോടുകൂടെയും നിറഞ്ഞു നിന്ന് പുതിയ ഒരു രാജ്യത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ മലയാളത്തിന്റെ മണ്ണിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അന്ന് വിവേചനങ്ങളില്ല, അന്ന് കലാപങ്ങളില്ല, അന്ന് ആർത്തനാദങ്ങളില്ല, സംഘടനകളില്ല, കുഴപ്പങ്ങളില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു രാജ്യത്ത് ഒരു പള്ളി നിർമ്മിക്കപ്പെടുന്നു. ആ പള്ളിക്ക് അതൊരു മഹല്ലായി സംവിധാനിക്കപ്പെടുന്നു. ആ മഹല്ലിന് നേതൃത്വം നൽകുവാൻ ഒരു സയ്യിദ് അവറുകൾ വരുന്നു. അവിടെ ദർസിന് നേതൃത്വം നൽകുവാൻ ഒരു ഉലമാഇന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു, ഒരു പണ്ഡിതന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. അവരിലൂടെ ഒരു ഇസ്ലാമിന്റെ ജൈത്ര യാത്ര, ഒരു ഇസ്ലാമിന്റെ നവോത്ഥാനം അവിടെ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് മഹല്ല് സംവിധാനങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. കേരളത്തിന് പുറത്ത് ലോകത്ത് ഏത് രാജ്യങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അത് ഇസ്ലാമിന്റെ റിപ്പബ്ലിക് നേരത്തെ നിലനിന്നിരുന്ന രാജ്യമാവട്ടെ, പിന്നീട് ഇസ്ലാമിന്റെ പേരിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാവട്ടെ, അവിടെയൊന്നും ഇങ്ങനെ ഒരു മഹല്ല് സംവിധാനം നമുക്ക് കാണാൻ കഴിയില്ല. ഒരു പ്രസിഡന്റ്, ഒരു ജനറൽ സെക്രട്ടറി, ഒരു ജനറൽ ബോഡി, ആ ജനറൽ ബോഡി മെമ്പർമാർ ഒന്നിച്ച് ആ മഹല്ലിന്റെ അധികാരം, ആ രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിന്റെ ഭരണം അവരെ ഏൽപ്പിക്കുന്ന ഉലമാഇന്റെയും സദാത്തികളുടെയും നേതൃത്വത്തിൽ, ഖാദിമാരുടെയും പണ്ഡിത സഭയുടെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന മഹിതമായ ഒരു സംസ്കാരം അത് നമ്മുടെ രാജ്യത്തിന് സ്വന്തമാണ്. ആ കൂട്ടായ്മയുടെ നല്ല ഒരു ഐക്യത്തിന്റെ സന്ദേശമാണ് ഈ മഹനീയമായ അറബിത്തങ്ങള് ജാറം അങ്കണത്തിൽ വെച്ച് സമൂഹത്തിന് നമ്മൾ പകർന്നു കൊടുത്തത്. രാഷ്ട്രീയപരമായി എല്ലാവർക്കും പല ചിന്തകളും ധാരകളും ആശയങ്ങളും ഉണ്ടാവാം. സംഘടനാപരമായി പല സംഘടനകളും സംവിധാനങ്ങളും ഉണ്ടാവാം. അതെല്ലാം ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്നാൽ അതിന്റെ അപ്പുറത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന
പരിശുദ്ധമായ ദീനിന്റെ ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് രാജ്യത്തിന്റെ മഹല്ല് സംവിധാനത്തെ കെട്ടിപ്പടുക്കുകയും അവിടെ പൂർവികർ പകർന്നു തന്ന ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും അതിന്റെ മൂല്യങ്ങളും നിലനിർത്തിപ്പോരുകയും ചെയ്യുക എന്നത് മഹല്ല് നേതൃത്വത്തിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട വളരെയേറെ കർമ്മബോധമുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ മഹല്ല് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എന്താണ്? സംവിധാനങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. പള്ളികൾ പഴയ കാലങ്ങളിലേക്കാളേറെ വളരെ പ്രൗഢ മനോഹരമായി അതിവിശാലമായ സൗകര്യത്തോടുകൂടെയുള്ള പള്ളികൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട്. പഴയ കാലത്ത് ഓലഷെഡിലായിരുന്നു പള്ളികൾ ഉണ്ടായിരുന്നത്, ചോർന്നൊലിക്കുന്ന പള്ളികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ മഹല്ലുകളിലെ മുഴുവൻ ആളുകൾക്കും ഒന്നിച്ചു ഒരു ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. വിശാലമായ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അറബ് പണത്തിൻ്റെതായ സ്വാധീനത്തോടുകൂടെയും നമ്മുടെ രാജ്യത്തെ നല്ലവരായ ആളുകളുടെ സഹായത്തോടുകൂടെയും അതിമനോഹരമായ പള്ളികളാണ് ഇന്ന് ഓരോ മഹല്ലുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മദ്രസകള്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ 2 വിഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ 2 വിഭാഗത്തിന്റെയും നല്ല മദ്രസകൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ വിദ്യാർത്ഥികൾ കാലത്ത് വന്ന് അവിടെ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നു, അവിടെ ശർഈയായ വിഷയങ്ങൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ആ മദ്രസകൾ കേന്ദ്രമായി, ആ പള്ളികൾ കേന്ദ്രമായി ദർസുകളും സംവിധാനങ്ങളും നടക്കുന്നു. അവിടെ സ്വലാത്തിന്റെയും ദിക്റിന്റെയും അതുപോലെ മറ്റ് ആത്മീയമായ മജ്ലിസുകളും അവിടെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങൾ ആ മജ്ലിസുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഓരോ മാസവും മുസ്ലിം ഉമ്മത്ത് അവരുടെ മതത്തിന്റെ സംസ്കാരം പുതിയ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി പതിനായിരങ്ങളാണ് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ മഹല്ലിന്റെയും ജനറൽ ബോഡിയിൽ അവർ കണക്ക് അവതരിപ്പിക്കുമ്പോൾ അവിടെ ലക്ഷങ്ങളുടെ കണക്കാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സമുദായം വളരെയേറെ ആവേശത്തോടുകൂടെയും ആത്മാർത്ഥതയോടുകൂടെയും ഇവിടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദീനീ രംഗത്ത് സേവനം ചെയ്യുവാൻ പതിനായിരക്കണക്കിന് ഉലമാക്കള് കർമ്മസജ്ജരായി, ദീനിന്റെ കർമ്മഭടന്മാരായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചോദ്യചിഹ്നമായി ഉയരുന്നത് മുസ്ലിം ഉമ്മത്ത് ഇന്നലകളിൽ കാത്തു സൂക്ഷിച്ച ഇസ്ലാമിന്റെ പൈതൃകം എവിടെ നമ്മുടെ മഹല്ലിൽ എന്നാണ് നാം ചോദിച്ചു പോകുന്നത്. നമ്മൾ ആലോചിച്ചു പോകേണ്ടത്, ഒരു കല്യാണം വരുമ്പോൾ അവിടെ നമുക്ക് ഇസ്ലാം കാണാൻ കഴിയുന്നില്ല. ഒരു മരണ വീട് വരുമ്പോൾ അവിടെ പഴയ കാലത്ത് നിലനിരുന്ന ഒരു ഇസ്ലാമിന്റെ സംസ്കാരം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആർഭാടത്തിനും അതുപോലെ തന്നെ പുതിയ ആഭാസങ്ങൾക്കും പുതിയ ധൂർത്തുകൾക്കും പുതിയ കൂട്ടാട്ടങ്ങൾക്കും വഴിമാറുന്ന കല്യാണത്തിന്റെയും അതുപോലെ വിവാഹത്തിന്റെയും നിക്കാഹിന്റെയും വേദികളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഹല്ല് കമ്മിറ്റിക്കും നിയന്ത്രണമില്ലാത്തിടത്തേക്ക്, ആർക്കും പിടുത്തം കൊടുക്കാത്തിടത്തേക്ക് നമ്മുടെ സമുദായം വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ജാഗ്രതയോടുകൂടെ മഹല്ല് നേതൃത്വം മുന്നിൽ കാണേണ്ടതുണ്ട് എന്നാണ് ഈ മഹനീയമായ മജ്‌ലിസ് ഈ തലമുറകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതോടൊപ്പം തന്നെ രാജ്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ സൂഫിയാക്കൾ കൈമാറിയ ഒരു സ്നേഹത്തിന്റെ ഇസ്ലാമുണ്ട് നമ്മുടെ രാജ്യത്ത്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു 812ാമത്തെ ഉറൂസാണ് അങ്ങ് അജ്മീറിൽ നടന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ പൈതൃകവും പേറി ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് കടന്നു വരികയാണ്. ഉത്തരേന്ത്യയിൽ ഖാജയുടെ നേതൃത്വത്തിൽ മഹിതമായ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സൂഫീസത്തിന്റെ രത്ന ചരിത്രം എഴുതിക്കൊണ്ട് വിപ്ലവകരമായ ഒരു മുന്നേറ്റത്തിന് നമ്മുടെ ഇന്ത്യ രാജ്യം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഇന്നലകളിൽ അതാ ഡൽഹിയിൽ ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീൻ ബഖ്തിയാരി കാക്കി ദഹ്ലവിയുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ദഅവത്ത് നടക്കുകയാണ്. ഇങ്ങ് തമിഴ്നാട്ടിലേക്ക് വന്നാൽ ഇബ്രാഹിം ബാത്തിഷ ഉപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ദഅവത്ത് നടക്കുകയാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ കാലത്ത് കടന്നുപോയ സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മഹിത ചരിത്രം എഴുതിക്കൊണ്ട് കടന്നുപോയ ഇന്ത്യയിലെ ഇസ്ലാമികമായ പ്രബോധനത്തിന്റെ കാലഘട്ടം.
മലബാറിന്റെ ചരിത്രം പ്രൗഢഗംഭീരമാണ്, പറയേണ്ടതില്ല. പക്ഷേ ആ സൗഹാർദ്ദം ഇവിടെ കളഞ്ഞു കുളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മുസ്ലിമീങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നിടത്തേക്ക് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടേണ്ടതുണ്ട്. സ്നേഹത്തോടുകൂടെ, സൗഹാർദ്ദത്തോടുകൂടെ ഇന്നലകളിൽ മഹാത്മാക്കൾ കൈമാറി തന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ മഹിതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല ഒരു രാജ്യത്തിന്റെ സംസ്കൃതിക്കും അതിന്റെ സംസ്കാരത്തിനും അതിന്റെ ഉത്തരവാദിത്വത്തിനും വേണ്ടി ഒരു മുസ്ലിം കൂട്ടായ്മ ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ആ സന്ദേശമാണ് ഇതുപോലെയുള്ള ഉറൂസുകൾ പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇവിടെ ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്, അമ്പലങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്, ഇവിടെ ചർച്ചുകൾ നിലനിൽക്കേണ്ടതുണ്ട്, ഇവിടെ പള്ളികൾ നിലനിൽക്കേണ്ടതുണ്ട്, ഇവിടെ മദ്രസകൾ നിലനിൽക്കേണ്ടതുണ്ട്, അറബി കോളേജുകൾ നിലനിൽക്കേണ്ടതുണ്ട്. എല്ലാ മതവിഭാഗത്തിന്റെയും ആ സംസ്കാരം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു ആരാധനാലയത്തിന്റെയും അടിക്കല്ലുകൾ മാന്തി മറ്റൊരു വിഭാഗം അവകാശവാദം പറയുന്നത് രാജ്യത്ത് ജനാധിപത്യത്തിന്റെ വിരുദ്ധമാണ്, മതേതരത്വത്തിന്റെ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, രാജ്യത്തെ കലാപങ്ങളിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ ഭരണകൂടങ്ങൾ ആ രംഗത്ത് ജാഗ്രതയോടെ നീങ്ങണമെന്നുള്ള മഹിതമായ ഒരു സന്ദേശം ഈ ഉറൂസിന്റെ ഭാഗമായി പുതുതലമുറകളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.